ഞാനിപ്പോൾ വളരെ വിഷമമുണർത്തുന്നൊരു കാര്യം പറയാനാണ് വന്നത്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഒരു യാത്ര പോയി. അപ്പോൾ യാത്ര പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചടങ്ങ് വീട്ടിലാണ് പോയത്. അതായത് ചരട് കെട്ട്. ഈ കുഞ്ഞുങ്ങൾ ജനിച്ച് 28 കെട്ട് എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഒരു ആചാരമുണ്ട്. അപ്പോൾ ആ വീട്ടിലാണ് പോയത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പോയി ചടങ്ങിലൊക്കെ പങ്കെടുത്തു. ചടങ്ങൊക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ആ കുട്ടിയെ കട്ടിലേക്ക് കൊണ്ട് കിടത്തി. അപ്പോൾ ഇവൾക്ക് ആഗ്രഹം തോന്നിയിട്ട് ഇവൾ ആ കുട്ടിയെ പോയെന്ന് എടുത്തു. എല്ലാവർക്കും കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ ആഗ്രഹം തോന്നുമല്ലേ എടുക്കാൻ. എന്നാൽ ചിലവർക്ക് ഭയമാണ്, എടുക്കാൻ അറിയില്ല. എങ്കിലും മനസ്സിലൊരാഗ്രഹം, ആരെങ്കിലും എടുത്തു വെച്ച് തന്നെങ്കിൽ ഒന്ന് മാറോട് ചേർത്ത് അണച്ച് വെക്കാമെന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. അതുപോലെ അവൾക്കും ഉണ്ടായ ഒരാഗ്രഹം. അങ്ങനെ അവൾ ആ കുട്ടിയെ എടുത്തു. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്ത് ഇങ്ങനെ താലോലിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ആ വീട്ടിലെ ഒരു പ്രായമുള്ളൊരമ്മയുണ്ട്. ഓടി വന്നിട്ട് പറഞ്ഞു, നീ എന്തിനാടി അവളെ കയ്യിൽ കൊച്ചിനെ കൊടുത്തത്? കൊച്ചിനെ വേഗം മേടിക്കും. മലടികൾ അങ്ങനെയാണ്, പണ്ട് കാലം അങ്ങനെയാണ് പറയുന്നത്. മലടികൾ കൊച്ചിനെ എടുത്തു കഴിഞ്ഞാൽ കൊച്ചിന് ദോഷമാണ്, അത് സംഭവിക്കുക, ആനയാ മാടയാ കോടയാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ കുഞ്ഞിനെ അങ്ങ് മേടിച്ചു. അവളുടെ കണ്ണ് നിറഞ്ഞു. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പുറത്തെ മുറിയിലേക്ക് പോയി നിന്നു. വേദന ഉള്ളിൽ അടക്കി പിടിച്ചു. കുറച്ച് നിമിഷം നിന്നു. പിന്നെ എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് ഹാപ്പിനെസ്സായി തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഈ കഥ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതിനെക്കുറിച്ച് കുറച്ച് ക്ലാരിഫിക്കേഷൻ തരാനാണ് വന്നത്. ഒരു മനുഷ്യനും ജനിക്കുമ്പോൾ അവൻ അങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ സംഭവിക്കുമെന്ന് ആരും ചിന്തിക്കുന്നുമില്ല, അറിയുന്നുമില്ല. നമ്മൾ ജനിക്കുമ്പോൾ നമുക്കൊരു തലവര ഉണ്ടെന്നാണ് പറയുന്നത്. അത് എത്ര കണ്ട് ശരിയാണെന്നും എനിക്കറിയില്ല. ആ തലവരയ്ക്കകത്ത് നമ്മൾ ജനിക്കുമ്പോഴേ പലതും കുറിച്ചു വിടുമെന്നാണ് പറയുന്നത്. ആ കുറിച്ചു വിടുന്നത് പോലെയാണ് നമ്മുടെ മരണം വരെ സംഭവിക്കുമെന്നാണ് പറയുന്നത്. എനിക്ക് വരാനുള്ള എനിക്ക് മാത്രമേ വരുള്ളൂ, അത് മറ്റൊരാൾക്ക് വരില്ല എന്നാണ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ എത്ര കണ്ട് ശരിയാണെന്നും എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയുന്നത്, ഒരു കുട്ടി ഇപ്പോൾ ഒരു 10 വയസ്സ് അല്ലെങ്കിൽ 12 വയസ്സൊക്കെ ആകുമ്പോൾ ചിലപ്പം പ്രായപൂർത്തിയാവും, അല്ലേ, ചടങ്ങാവും, വലിയൊരു കുട്ടിയാവും. അപ്പോഴാ ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം അവൾ അമ്മയാകാൻ പ്രാപ്തിയായി, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള ഒരു സെറ്റപ്പിലൊക്കെ എത്തിയൊരു കുട്ടിയാണ് എന്നുള്ള സന്തോഷവും ആഘോഷവും. തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ ഉറച്ചെറുക്കനുണ്ടെങ്കിൽ അവർ മധുര കല്യാണമൊക്കെ മാറ്റി വെക്കും. അപ്പം എല്ലാവരുടെയും മനസ്സിലാണ് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ പക്വതയെത്തി, പ്രായപൂർത്തിയായി ചടങ്ങായി കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പക്വതയായ ഒരു പെൺകുട്ടിയായി എന്നാണ് എല്ലാവരും പണ്ട് കാലത്തൊക്കെ ചിന്തിക്കുന്നത്. എന്നാൽ അതിൽ വിരലിലെണ്ണാവുന്ന കുറച്ച് കുട്ടികൾക്ക് കല്യാണം കഴിച്ചു കൊടുത്താൽ പോലും പ്രഗ്നൻ്റ് ആവാറില്ല, കുട്ടികളുണ്ടാവാറില്ല. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഹോർമോണിൻ്റെ പ്രശ്നം തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലങ്ങൾ അവർക്കുള്ളിലുണ്ടായാൽ, ചിലപ്പോൾ ഹസ്ബൻഡിനായിരിക്കാം, ചിലപ്പോൾ വൈഫിനായിരിക്കാം, ചിലപ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ചായിരിക്കാം. എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടായാൽ ചിലപ്പം 8 വർഷം കഴിഞ്ഞൊരു കുട്ടിയെ കിട്ടിയെന്ന് വരാം, ചിലപ്പോൾ കിട്ടിയില്ല എന്നും വരാം, വർഷങ്ങളോളം. അങ്ങനെയൊക്കെ ഉണ്ടാകാം. അത് വിരലിൽ എണ്ണാവുന്ന ആൾക്കാർക്ക് ഉണ്ടാകാം. അങ്ങനെ ഒരു കുട്ടി ജനിച്ചില്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു കുട്ടി ഇല്ലാത്തൊരു അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലേഡി മറ്റൊരിടത്ത് പോയിട്ട് വേറൊരു കുട്ടിയെ എടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഗർഭിണിയുടെ വീട്ടിൽ പോകുകയോ വയറ് കാണാൻ പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു നാശനഷ്ടവും ഉണ്ടാവാൻ പോകുന്നില്ല. ഇതൊക്കെ വെറും തെറ്റിദ്ധാരണകളാണ് മനുഷ്യരുണ്ടാക്കിയ വെറും മോശമായ ചിന്തകളാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട്